എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മാസ്റ്റർ ഡാർക്ക് വേൾഡ്. ഒരു ബോക്സിനുള്ളിൽ നിന്നും ജോക്കറിന്റെ രൂപത്തിലുള്ള ഒരു ഡിമോൺ ഇറങ്ങി വരികയും അത് തന്റെ മുന്നിൽ കാണുന്നവരെയും ആ ബോക്സിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ജാക്ക് ഇൻ ദ ബോക്സിന്റെ രഹസ്യം തേടി നമ്മുടെ നായിക നേരെ പോകുന്നത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്കാണ്. അവിടെയുള്ള ഒരു രഹസ്യ റൂമിൽ ഈ ജാക്ക് ഇൻ ദ ബോക്സിനെ ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. നായികയുടെ കയ്യിലുള്ള ബുക്കിനുള്ളിൽ നിന്ന് ഒരു കീ കിട്ടുന്നു. ആ ബോക്സ് തുറക്കാനുള്ള കീ. ആ കീ ഉപയോഗിച്ചുകൊണ്ട് ഈ നായിക ആ ബോക്സ് തുറക്കും. അതിനുശേഷം ഈ ഡിമോൺ ആ ബോക്സിൽ നിന്ന് ഇറങ്ങി വരികയും ആ ലേഡീസ് ഹോസ്റ്റലിലുള്ളവർ ഓരോരുത്തരെയായി ആ ബോക്സിനുള്ളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ആ ഡിമോൺ ആളുകളെ കൊണ്ടുപോകുന്നവരുടെ എണ്ണത്തിനനുസരിച്ച് ആ ബോക്സിൽ നമ്പർ കൂടിക്കൊണ്ടേയിരിക്കും. അവളുടെ കൂട്ടുകാരികളോട് ഈ ബോക്സിനെ കുറിച്ച് പറഞ്ഞെങ്കിലും അവർക്കത് വിശ്വാസമാകുന്നില്ല. ഒരു തമാശ രീതിയിലാണ് അവരതെല്ലാം കാണുന്നത്. നിനക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുന്നു. അവളുടെ ബാഗ് വലിച്ചെറിയുകയും ചെയ്യുന്നു. ആ ഡിമോണിൽ നിന്നും രക്ഷപ്പെടാൻ പലരും ശ്രമിക്കുമെങ്കിലും ആ ശ്രമങ്ങളെല്ലാം പാളിപ്പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ ഒരു കൂട്ടുകാരൻ അങ്ങോട്ട് വരുന്നു. ഈ കഥ കേട്ടപ്പോൾ അവൻ ആദ്യം വിശ്വാസമായില്ലെങ്കിൽ പിന്നീട് ആ ഡിമോണെ കാണുമ്പോൾ വിശ്വാസമാകുന്നു. അങ്ങനെ ഇവർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവർ രക്ഷപ്പെടാനായി റൂമിൽ കയറുന്നു. എന്നാൽ അവരുടെ കൂട്ടുകാരനെയും ആ ഡിമോൺ ആ ബോക്സിലേക്ക് കൊണ്ടുപോകുന്നു. കൂട്ടുകാരനെ ആ ബോക്സിനുള്ളിലേക്ക് കൊണ്ടുപോയ വിഷമത്തിൽ അവർ നിൽക്കുമ്പോൾ ആ ഡിമോൺ വീണ്ടും വരുന്നു. എന്നാൽ ഒരു പ്രത്യേകതരം പ്രകാശം അവൻ്റെ ശരീരത്തിൽ പതിച്ചപ്പോൾ അവൻ അപ്രത്യക്ഷനാകുന്നു. അപ്പോൾ ഈ നായിക ആ പ്രകാശം എന്താണെന്നറിയാൻ നോക്കുന്നു. നിലാവിൻ്റെ വെളിച്ചം, മൂൺലൈറ്റ്. നിലാവിൻ്റെ വെളിച്ചം അവൻ്റെ ശരീരത്തിൽ പതിച്ചപ്പോഴാണ് അവൻ അപ്രത്യക്ഷനായത്. ഈ ഡിമോൺ ബുക്ക് നോക്കി ഒരു കൂട്ടുകാരി അവളുടെ കൂട്ടുകാരനെ തിരികെ കൊണ്ടുവരാൻ നോക്കുന്നു. എന്നാൽ അവൻ തിരികെ വരുന്നത് ഒരു ഡിമോണായിട്ടാണ്. അവൾ ഭയത്തോടെ ഓടി രക്ഷപ്പെടുന്നു. പിന്നീട് അവനെ അവർ ഇല്ലാതാക്കുന്നു. ഈ കഥയുടെ മറ്റൊരു പ്രത്യേകതയാണ് നമ്മളായി ഡിമോണിൽ ആൾ കാഴ്ചവെച്ചാൽ നമുക്കിഷ്ടപ്പെട്ട ഒരാളെ ആ ബോക്സിൽ നിന്നും തിരികെ വരുന്നതായിരിക്കും. ആ ലേഡീസ് ഹോസ്റ്റലിലുള്ള എല്ലാവരും ആ ഡിമോൺ ബുക്ക് നോക്കുകയും അവരുടെ സുഹൃത്തിനെ തിരികെ കൊണ്ടുവരാൻ നോക്കുകയും ചെയ്യുന്നു. എന്നാൽ ഒരു പെൺകുട്ടിക്ക് മാത്രമേ അവളുടെ സുഹൃത്തിനെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. അവളും തിരികെ വന്ന കൂട്ടുകാരിയും ഒഴികെ ബാക്കി എല്ലാവരെയും ആ ഡിമോൺ ബോക്സിനുള്ളിലേക്ക് കൊണ്ടുപോകും. ശരിക്കും ഒരു ബോക്സിനുള്ളിൽ നിന്ന് ഡിമോൺ വരുമോ? അത് ആളുകളെ അതിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു.